അങ്ങനെ നെയ് ഓൺലൈനിൽ വന്നിട്ട് പറയും, നിങ്ങൾക്ക് ഇവനെ ഇങ്ങനെ ചെയ്തത് കണ്ടിട്ട് ഇത്ര സങ്കടമുണ്ടെങ്കിൽ പകരം നിങ്ങൾ പോയി നിൽക്കേ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഫൈറ്റിനുണ്ടോ? നിങ്ങൾ 3 പേരും ഞങ്ങൾ 2 പേരും. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഇവനെ ഫ്രീ ആക്കാം, ഓക്കെ ആണോ? നീ പോയിക്കോ വേവേ, ഇവരെ നേരിടാൻ ഞാൻ ഒരാളും മതി. അതിൽ അവർ 3 പേരും കൂടി ഡിസ്കസ് ചെയ്യാണേ. അവൻ ഒരാളെ നേരിടാൻ നമുക്ക് 3 പേർക്കും കൂടി പറ്റുമോ? അവൻ നമ്പർ 1 പ്ലെയറാണ്, അതുകൊണ്ട് നമ്മൾ ജയിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കെട്ടിയിട്ടവൻ ഓൺലൈനിൽ വന്നിട്ട് പറയും, ഞാനൊന്ന് കുളിക്കാൻ പോയപ്പോഴേക്കും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വന്നതാണ്. അത് വേണ്ട, അവനെതിരെ മത്സരിച്ചാൽ നിങ്ങൾ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞു, അതിനുള്ള ശിക്ഷയാണിത്. അത് കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോളൂ. അതിൽ അവർ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. എന്നിട്ട് അവൻ പറയും, ഞാനും പോവുകയാണ്, എനിക്ക് കുറച്ച് അലക്കാനുണ്ട്. നീ അവരോട് ആ പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ ശിക്ഷ നീ ഇപ്പോൾ അർഹിക്കുന്നതാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്കത് മതി. നിന്നെ ഇനി ഞാൻ അറ്റാക്ക് ചെയ്യുന്നില്ല. വെറുതെ എൻ്റെ ഇൻ്റർനെറ്റും കറൻറ്റും വേസ്റ്റ് ആക്കിക്കൊണ്ട് നിന്നെ നോക്കി നിൽക്കാൻ വയ്യ. ആ സമയം കൊണ്ട് ഞാൻ പോയി വല്ല പച്ചമരുന്ന് കളക്ട് ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവളെ വെപ്പൺ അവൾ തിരിച്ചടിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ വിളിച്ചു പറയും, ഈ കെട്ടും കൂടെ ഒന്ന് അയച്ചു തന്നിട്ട് പോയിക്കോ പ്ലീസ്. ഇനി മറ്റൊരിടത്ത്, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി അവൻക്ക് ആ പ്രത്യേകതയുള്ള ലൂപ്പുണ്ടെന്ന്? അത് ഇന്ന് അവൻ പബ്ലിക് ചാറ്റ് റൂമിൽ വന്ന് ചോദിച്ചിരുന്നു, ആരെങ്കിലും എനിക്ക് കുറച്ച് സ്പിരിറ്റ് ബുക്ക് തന്ന് സഹായിക്കാമോ എന്ന്. അവൻ അത് മാക്സിമം കളക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതിന് സ്പിരിറ്റ് ബുക്ക് ചോദിച്ചാൽ ഈ ലൂപ്പാണെന്ന് എങ്ങനെ അറിയാം? ഒരുപാട് ടാസ്കിൽ ആ ലൂപ്പിൻ്റെ ആവശ്യമുണ്ടല്ലോ. പക്ഷേ ഗെയിമിൻ്റെ ലെവൽ വ്യത്യാസമുണ്ട്. ലെവൽ 236 ഒരാൾ ഈ ബുക്ക് വേണമെന്ന് പറയുകയാണെങ്കിൽ അത് ആ ലൂപ്പിന് വേണ്ടിയാണ്. പിന്നെ ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു, അവൻ ഓൺലൈനിൽ വരുന്നതും നോക്കി. നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയാണല്ലോ, ഓരോ ലെവലും അതിലുള്ള ടാസ്കുമൊക്കെ ഇത്ര ഓർത്തു വെക്കാൻ. അതല്ല, നിങ്ങളല്ലേ പറഞ്ഞത് അവന് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എന്ന്? എന്നിട്ട് അവന് ഇന്ന് പബ്ലിക് ചാറ്റിൽ വന്നപ്പോൾ പിടിച്ചുകൂടായിരുന്നോ? അതിന് അപ്പോൾ അവൻ ലെവൽ 205 ആയിട്ടുള്ളൂ. 299 എത്താൻ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഈ ലാസ്റ്റ് ലെവലിൽ അവന് ഈ ശിക്ഷ കിട്ടിയാൽ ഇനി ഒരിക്കലും അവൻ ഇങ്ങനെ പറയില്ല. അത് കേട്ട് വേവേ ഭയങ്കര ഹാപ്പിയാകും. എന്നിട്ട് നെയ്യിനോട് താങ്ക്സ് പറയും. ഇതിന് താങ്ക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. ഇന്ന് ഞാൻ കുറച്ച് അപ്സെറ്റ് ആയിരുന്നു, ഞാൻ അത് പുറത്ത് കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. നമ്മുടെ ആദ്യത്തെ ന്യൂലി മാരീഡ് കപ്പിൾസ് റൊമാൻറ്റിക്കായി ഇരിക്കുമ്പോൾ മറ്റേ ടീംസ് വന്ന് പറയും, ഞങ്ങളുമായി വേവേ വീണ്ടും തല്ലിന് വന്നു. നിങ്ങൾ എന്തിനാ അവളെ അടുത്ത് പോയത്? പോകരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. പിന്നെ ഞങ്ങൾ അവളെ ഒരാളെ ഉപദ്രവിക്കുന്നത് കണ്ട് മിണ്ടാതിരിക്കണോ? ഒരു ഐഡിയ, നിങ്ങൾക്ക് ആ വീഡിയോ കോൺടെസ്റ്റിൽ പങ്കെടുത്ത് അവരെ തോൽപ്പിച്ചൂടെ? അവരെന്തായാലും മത്സരിക്കും, അത് ഉറപ്പാ. അതിൽ ഷെൻഷെ ചോദിക്കും, എന്ത് വീഡിയോ കോൺടെസ്റ്റ്? അതിൽ അവർ വിവരിച്ചു കൊടുക്കുകയാണ്, ഞങ്ങളുടെ സ്റ്റോറി എന്ന ക്യാപ്ഷൻ കൊടുത്ത് ഈ ഗെയിമിൻ്റെ തീമിൽ ഒരു ലവ് സ്റ്റോറി ഉണ്ടാക്കണം. എത്ര ലെങ്ത് ഉള്ളതായാലും കുഴപ്പമില്ല. ബാക്കിയുള്ള പ്ലെയേഴ്സ് വോട്ട് ചെയ്യും. ജയിച്ചാൽ പ്രൈസ് ആ കപ്പിളിന് 7 കളറിലുള്ള കപ്പിൾ ഡ്രസ്സാണ്. വാവ് ഷെൻഷെ, നമുക്കത് ചെയ്യണം. എന്നിട്ട് വിൻ ചെയ്ത് നെയ്ഹയും വേവയും അത് കണ്ട് സങ്കടപ്പെടണം. ഓക്കെ, അത് നമുക്ക് ചെയ്യാം. എന്നാൽ ഞാൻ പിന്നെ വരാം, എനിക്ക് ഇന്ന് എൻ്റെ കസിൻ്റെ കൂടെ ഡിന്നറുണ്ട്. അങ്ങനെ അവൻ പോകുന്നു. ഇറാൻ്റെ ലാപ്ടോപ്പ് നെയ്യിൻ്റെ ഫ്രണ്ടാണ് റെഡിയാക്കി കൊടുത്തത്. അത് കണ്ട് കുറുമ്പ് പിടിച്ച് ഇറാൻ അവിടെ നിന്നും പോയി. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നെയ് അറിഞ്ഞിരുന്നോ ലാപ്ടോപ്പ് കേടുവന്നതും അത് ഇറാൻ്റെ ലാപ്ടോപ്പാണെന്നൊക്കെ? അതിൽ അവൻ പറയും, അതെ. പിന്നെ നെയ് എന്താ വരാത്തത്? അത് എനിക്കെങ്ങനെ അറിയാം? എന്തായാലും ലാപ്ടോപ്പ് ശരിയായിട്ടുണ്ട്, ഞാൻ പോകുകയാണ്. അങ്ങനെ അവൻ പോയപ്പോൾ ഇറാൻ റൂമിലോട്ട് വന്ന് ഫ്രണ്ടിനോട് പറയും, നിൻ്റെ ഐഡിയ ഫുള്ള് പാളിപ്പോയി. ഇപ്പോൾ അവൻ അറിഞ്ഞു കാണും എൻ്റെ കാര്യം, നാണക്കേടായി. നീ ടെൻഷനാകില്ല ഇറാൻ, ഞാൻ ഇപ്പോൾ അവനോട് ചോദിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞത് നെയ് വരാൻ നിൽക്കായിരുന്നു, പെട്ടെന്നാണ് അത്യാവശ്യമായി എവിടേക്കോ പോകേണ്ടി വന്നത്. എനിക്കുറപ്പാണ് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതിൽ അവനിപ്പോൾ നിരാശ ഉണ്ടാകും. അതിവിടെ, നമുക്ക് വേറെ ഒരു ചാൻസ് നോക്കാം. അങ്ങനെ അവളെ സമാധാനിപ്പിക്കണം. അപ്പോഴാണ് ഇറാൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഇവളാണ് ഗെയിമിലെ ഷെൻഷയുടെ റിയൽ കസിൻ. പിന്നെ ഷെൻഷയുടെ റിയൽ നെയിം ഷാവോ എന്നാണ് കേട്ടോ. അങ്ങനെ അവർ ഡിന്നറിന് പോയി. ഇറാൻ മൂഡ് ഓഫായി ഇരിക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിക്കും, ഇവൾക്ക് ഇതെന്തു പറ്റി വാടിയിരിക്കുന്നത്? വല്ല ലവ് മാറ്ററുമാണോ? അതിൽ അവൾ ഒന്നുമില്ലെന്ന് പറയും. അതിൽ ഫ്രണ്ട് വന്നിട്ട് പറയും, ഇറാൻ നീ പറയും നിന്റെ പ്രോബ്ലം എന്താണെന്ന്. ചിലപ്പോൾ ഇവൻക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയാലോ? അവൾ മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് ഷാവോ പറയും, അവൾ പറയുന്നില്ലെങ്കിൽ പറയണ്ട, നീ പറ. അതിൽ ഫ്രണ്ട് പറയും, ഇറാൻ ഞങ്ങളെ കോളേജിലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു പയ്യനെ ഇഷ്ടമാണ്. എന്നിട്ട് അവനെ പരിചയപ്പെടാൻ വേണ്ടി ഇവളെ ലാപ്ടോപ്പ് ഞങ്ങൾ തന്നെ കേടുവരുത്തി അവനെ നന്നാക്കാൻ വിളിച്ച്. അതിലവൻ വന്നില്ല, അത്രേ ഉള്ളൂ. അതിനാണോ ഇവൾ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത്? നോക്കി ഇറാൻ, നിന്നെ കണ്ടാൽ ഏത് ആൺപിള്ളേരാണ് വീഴാത്തത്? നിന്റെ ലുക്ക്, പേഴ്സണാലിറ്റി, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇത്ര പോരെ? അതിനെല്ലാവരെയും പോലെയല്ല അവൻ ഒരു ജീനിയസ് ആണ്. സാധാരണ ഒരു ആവറേജ് ആണല്ല. എന്താ അവൻ്റെ പേര്? നെയ്ഷിയോ? ഞാൻ ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. ആ, ഇവൻ ഷീടെക്കിൻ്റെ CEO ആണോ? അവൾ ആകാംക്ഷയോടെ, അവനറിയോ? എൻ്റെ ഡാഡിൻ്റെ കമ്പനി അവൻ്റെ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള പ്ലാനുണ്ട്. ഡാഡിക്ക് ഓൺലൈൻ ഗെയിം ബിസിനസ് ഒന്നുകൂടെ ഉഷാറാക്കണമെന്നാണ്. അതിന് അവൻ്റെ കമ്പനിയെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
കോളേജ് സ്റ്റുഡൻസ് ആകുമ്പോൾ കുറച്ച് ചീപ്പാണ്. പിന്നെ ഈ ഓഫറൊക്കെ അവർക്ക് കിട്ടുന്നത് അവരുടെ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നെയ് ഇനി അങ്കിളിന് വേണ്ടിയാണോ വർക്ക് ചെയ്യുക? അതെ, ആ കമ്പനിയുടെ എല്ലാവരും ഇനി ഞങ്ങളുടേതാകും. എന്നാൽ പിന്നെ ഇര, നിനക്ക് അങ്കിളിൻ്റെ കമ്പനിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്തൂടെ? അത് ഡീലായാൽ നിനക്ക് അവൻ്റെ കൂടെ വർക്ക് ചെയ്യാമല്ലോ. ഷാവോ, എന്നാൽ എനിക്ക് വേണ്ടി അങ്കിളിനോട് ഒന്ന് ചോദിക്കൂ, ഞാൻ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തോട്ടെ എന്ന്. ഏത് വർക്ക് വേണേലും ചെയ്യാം, എന്ത് പൊസിഷനായാലും കുഴപ്പമില്ല. ഇര, നീ എന്താ ഈ പറയുന്നത്? നിനക്ക് ഗെയിം ഡെവലപ്മെൻറ്റ് ഡിവിഷനിൽ അസിസ്റ്റൻ്റായി തന്നെ വേണമെന്ന് പറ. എന്നാലല്ലേ അവനെ കാണാനും അവൻ്റെ കൂടെ വർക്ക് ചെയ്യാനും പറ്റുള്ളൂ. ആ ശരിയാ, എനിക്ക് അവിടെയാണ് വേണ്ടത്. ഓ, എന്നാലും നിന്നെ ഒക്കെ ഇങ്ങനെ ആക്കാൻ പറ്റിയ ആരാണാവോ അവൻ? ഒന്ന് കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഷാവോ, നീ അങ്കിളിനോട് ഒന്ന് ചോദിക്ക് പ്ലീസ്. ഓക്കെ, ഞാൻ ചോദിച്ചു നോക്കാം. സമ്മതിക്കുകയാണെങ്കിൽ നിനക്ക് അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. നെയ്യും ടീം ഏത് കമ്പനിയുമായി ടൈപ്പ് ആവണം എന്ന് ഡിസ്കസ് ചെയ്യണേ. ജെനീടെക്കും നല്ലതാണ്. നമുക്ക് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട് നാളെ. അത് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ ഡിസിഷൻ എടുക്കാം. എന്നാൽ ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇന്ന് ഞാൻ രാവിലെ ഇരാൻ്റെ ലാപ്ടോപ്പ് നന്നാക്കാൻ പോയി. നെയ് അല്ല വന്നത് എന്ന് കണ്ടപ്പോൾ അവൾ ഒറ്റപ്പോക്ക്. എന്നെ മൈൻഡ് പോലും ചെയ്തില്ലടാ. അപ്പോൾ നെയ് എഴുന്നേറ്റിട്ട് പറയും, ബിസിനസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഞാൻ പോകട്ടെ. നീ ഇന്നും ഇവിടെ നിൽക്കുന്നില്ലേ? നിങ്ങൾ എന്ന് നിങ്ങളുടെ മണക്കുന്ന സോക്സുകളൊക്കെ അലക്കുന്നു അന്നേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞ് അവൻ പോകും. എറിക്സി ഓടി വന്നിട്ട് പറയാണ്, നോക്ക്, നമ്മളെല്ലാവരും ജെനിടെക്കിലോട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ എല്ലാവരും അപ്ലൈ ചെയ്തിരുന്നു. ഇത് മറ്റന്നാളാണല്ലേ? നമുക്ക് അന്ന് ക്ലാസ്സും ഇല്ല. ഭാഗ്യം. നമുക്ക് ഓഫീസ് ലേഡിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് പോകാം ഇൻ്റർവ്യൂവിന്. അതിൽ എറിക്സി പറയും, അതെന്തിനാ? നമ്മൾ കോളേജ് സ്റ്റുഡൻസ് അല്ലേ, അപ്പോൾ അതൊന്നും വേണ്ട. പിന്നെ ഗെയിം ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും അല്ലേ, അതുകൊണ്ട് നമുക്കൊരു ഡിഫറെൻറ്റ് ലുക്കിൽ പോകാം. ഇരാനെയും കൊണ്ട് ഷാവോ അവൻ്റെ ഡാഡിൻ്റെ അടുത്തോട്ട് വരികയാണ്. ഇതാരാ? ഇരാനോ? നീ എന്താ ഇവിടെ? ഡാഡി, ഇരാൻ ഇപ്പോൾ ഭയങ്കര മെച്യൂർ ആയിട്ടുണ്ട്, ഹാർഡ് വർക്കിങ്ങുമാണ്. അവൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കമ്പനി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഞാനാ പറഞ്ഞത് ഇവിടെ ചെയ്യാമെന്ന്. ഏതായാലും നമ്മൾ ഇൻറ്റേൺസിനെ വിളിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ട് മടിച്ച് നിന്ന അങ്കിളിനോട് ഇറാൻ പറയും, പ്ലീസ് അങ്കിൾ, ഞാൻ എന്നും അങ്കിളുടെ ഷോൾഡറൊക്കെ മസാജ് ചെയ്ത് തരാം. അതല്ല മോളെ, പക്ഷേ ഇതുകൊണ്ട് നിൻ്റെ പഠിത്തത്തിൽ നിന്നെങ്ങാനും നിൻ്റെ ശ്രദ്ധ പോയാൽ നിൻ്റെ അമ്മ എന്നെ തല്ലിക്കൊല്ലും. അതോർത്ത് അങ്കിൾ ടെൻഷൻ ആവണ്ട, ഞാൻ രണ്ടും ഒരുപോലെ കൊണ്ടുപോയിക്കോളാം. എന്നാൽ നിനക്ക് ഇനി മുതൽ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് ചാർജ് എടുക്കാം. അപ്പോഴാണ് PA വന്നിട്ട് ടെക്കിൻ്റെ CEO മിസ്റ്റർ നേക് സിയോ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. എന്നാൽ ഷിയോ, ഇവളെയും കുട്ടി പോയിക്കോ, എനിക്കൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. അത് കേട്ട് ഇരാൻ പറയും, ഞാൻ പോകൂല, ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യും. ഞാനുമുണ്ട് ആ മീറ്റിങ്ങിൽ. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നോളാം. എന്നിട്ട് ഇറാൻ ഷാവോനെ സ്വകാര്യമായി വിളിച്ചിട്ട് പറയും, നീ മീറ്റിങ്ങിന് വരണ്ട പ്ലീസ്, നീ ഒക്കെ ഉണ്ടായാൽ ഞാൻ ആകെ നെർവസ് ആകും എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കുകയാണ്. അങ്ങനെ അവിടെ മീറ്റിംഗ് നടക്കുകയാണ്. ഇറാനാണ് അവർക്ക് കോഫിയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഫ്രണ്ടിന് അവളെ കണ്ട് മനസ്സിലായി, ഇവളെന്താ ഇവിടെ എന്ന് മനസ്സിൽ വിചാരിച്ച്. നമ്മുടെ നെയ് ആണെങ്കിൽ അവളെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. അതേസമയം ആ കമ്പനിയിൽ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. എറിക്സി ഡിഫറെൻറ്റ് ലുക്കിലൊക്കെ എത്തിയിട്ടുണ്ട്. വേവേ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് എറിക്സി പോവുകയാണ്. ആ സമയത്താണ് കോഫി കൊണ്ടുവരുന്നത്. എറിക്സിക്ക് കൊടുത്ത കപ്പിൽ ഒരു ചെറിയ പൊട്ടലുണ്ട്. അതൊരു ബാഡ് ലക്കാണെന്ന വിശ്വാസം കൊണ്ട് വേവേ അവളുടെ നല്ല കപ്പ് എറിക്സിൻ്റെ സൈഡിൽ വെച്ചിട്ട് ആ പൊട്ടിയ കപ്പിലെ കോഫിയാണ് വേവേ കുടിക്കുന്നത്. എറിക്സി ഇൻ്റർവ്യൂ കഴിഞ്ഞവരോട് ചോദിക്കുകയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു? അവർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? അതിൽ അവൾ പറയും, നീ ഇതിനു മുമ്പ് ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടോ? ഏത് ഗെയിം ക്യാരക്ടറാണ് ഇഷ്ടം? എന്തുകൊണ്ട്? അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ എന്നോട് ചോദിച്ച്. അത് കേട്ട് ടെൻഷൻ ആയിക്കൊണ്ട് എറിക്സി ഓടി വരും. വേവേ ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പോലും. ഏത് ഗെയിമാണ് കളിക്കുന്നത്, എന്ത് ക്യാരക്ടറാണ് ഇഷ്ടം എന്നൊക്കെ. നീ അല്ലാതെ നമ്മളെ ടീമിൽ ഒരാൾ പോലും ഗെയിമും കളിക്കുന്നില്ല. അതിൽ വേവേ പറയും, അതോർത്ത് നീ ടെൻഷൻ ആവണ്ട, അത് ഞാൻ പഠിപ്പിച്ചു തരാം. നീ അവരെയും വിളിച്ചിട്ട് വാ. ഇനി ബിസിനസ് മീറ്റിങ്ങിൽ ഇനി കാര്യങ്ങളിലോട്ട് കടക്കാം. ഞങ്ങൾക്ക് നിൻ്റെ ഗെയിം വാങ്ങിക്കാൻ താല്പര്യമുണ്ട്. 3 million ആണ് ഞങ്ങൾ അതിനിടുന്ന വില. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു നല്ല സാലറിയുള്ള ജോലിയും തരാം. ആക്ച്വലി ഞങ്ങളും ഈ മോഡൽ ഗെയിം തന്നെയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരുമിച്ചാൽ നല്ലൊരു റിസൾട്ട് കിട്ടും. എന്താ, സമ്മതമാണോ? അതിൽ അവൻ പറയും, എനിക്ക് പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, ഞങ്ങൾ കാത്തിരിക്കാം. ആ പിന്നെ, നിങ്ങൾ ക്യൂങ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നതെന്നല്ലേ പറഞ്ഞത്? ഇവളും അവിടെ തന്നെയാണല്ലോ. എൻ്റെ സിസ്റ്ററിൻ്റെ മകളാണ്. ഇവളറിയോ? എനിക്കറിയില്ല, ഞാൻ കണ്ടതായി ഓർക്കുന്നില്ല. ഇത് കേട്ട് ഇരാൻ ആകെ സങ്കടത്തിലാകുകയാണ്. അങ്ങനെ അവർ പോകും. ലിഫ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഫ്രണ്ട് പറയും, അവരെന്താ വിചാരിച്ചിരിക്കുന്നത്? നമ്മുടെ ഇത്രയും കാലത്തെ അധ്വാനം വിലക്ക് വാങ്ങാൻ ശ്രമിക്കുന്നോ? നീ എന്താ ഒന്നും മിണ്ടാഞ്ഞത്? അപ്പോൾ തന്നെ അതിനുള്ള മറുപടി പറഞ്ഞ് ഇറങ്ങി പോരണമായിരുന്നു. അപ്പോൾ ഇരാൻ അങ്ങോട്ട് വരുന്നത് കണ്ട് ഫ്രണ്ട് പറയും, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവൻ മുങ്ങും. നെയ്, സോറി, എൻ്റെ അങ്കിൾ വല്ലതും മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതോർത്ത് ടെൻഷൻ ആകണ്ട. ഞാൻ അങ്കിളിനോട് സംസാരിച്ചിട്ട് നല്ലൊരു ഓഫർ വാങ്ങിത്തരാം. നീ സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതൊരു ബിസിനസ് മീറ്റിംഗ് അല്ലേ. പിന്നെ എനിക്ക് വേണ്ടി നീ സംസാരിക്കുകയൊന്നും വേണ്ട. അത് നിനക്ക് നന്നാവില്ല. നീ നിൻ്റെ പൊസിഷനിൽ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവൻ പോകും. ഇത് കേട്ടുകൊണ്ട് വന്ന ഷാവോ, ഇവനെയാണോ നീ ഇത്ര പുകഴ്ത്തി പറഞ്ഞത്? എന്തൊരു അഹങ്കാരമാണ് അവൻക്ക്. നിന്റെ ഡാഡിയും മമ്മിയും ഇവനെ ഒരിക്കലും സ്വീകരിക്കില്ല.
അതോർത്ത് നീ വിഷമിക്കണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പാരൻസ് അവനെ എന്തായാലും സ്വീകരിക്കും. ഷേവോ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യോ അങ്കിളിനെ കൺവിൻസ് ചെയ്ത് ഇവർക്ക് നല്ലൊരു ഓഫർ വാങ്ങിക്കൊടുക്കാൻ? ഒരിക്കലുമില്ല. ഇവൻക്ക് വേണ്ടി ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. എന്നാ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് കൺവിൻസ് ചെയ്തോളാം. ഇവിടെ ഇൻ്റർവ്യൂവിന് വേവെ ഗെയിമിലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവളുടെ 3 വേറെ അക്കൗണ്ട് കൊടുത്തിട്ട് പറയും, നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഗെയിമാണ് കളിക്കുന്നതെന്നും നിങ്ങളുടെ പേര് ഇതൊക്കെയാണ് എന്നും പറഞ്ഞാൽ മതി. ഇനി കൂടുതൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ബാക്കി അപ്പോൾ പഠിപ്പിച്ചു തരാം. അപ്പോഴാണ് എറിക്സിനെ വിളിക്കുന്നത്. അവൾ വേവേനോട് പറയും, എനിക്ക് ടെൻഷനായിട്ട് വയ്യ, നീ എൻ്റെ കൂടെ അവിടെ വരെ വാ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ ഇറാൻ അവളെ കാണുകയാണ്. അവൾക്ക് മനസ്സിലാവും ഇൻ്റർവ്യൂവിന് വന്നതാണെന്ന്. അവൾ ഷേവോനോട് പറയും, നമുക്ക് കുറച്ച് നേരം ഇൻ്റർവ്യൂ നടക്കുന്ന അവിടെ ഇരിക്കല്ലേ? അതൊക്കെ എന്തിനാ? കുറച്ച് നേരം ഇരുന്നാൽ മതി. എനിക്കറിയണം ഇവിടെ ഈ കമ്പനിയിൽ എന്നെ ഒക്കെ എടുക്കാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടോ എന്ന്. ഞാൻ ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ കയറിയതല്ലേ. അങ്കിൾ കറക്റ്റ് ഡിസിഷൻ തന്നെയാണോ എടുത്തത് എന്നറിയാനാ. കുറച്ച് നേരം മതി പ്ലീസ്. അങ്ങനെ അവരും അവിടെ ഇരിക്കും. അടുത്തതായി എറക്സിയാണ് വരുന്നത്. ഇവളെ കണ്ട് അവൾ ആകെ ഷോക്കാകുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ ഉഷാറായി നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവളോട് ചോദിക്കും, നിങ്ങൾ ഏതെങ്കിലും ഗെയിം കളിച്ചിട്ടുണ്ടോ? അതിൽ വേവെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവൾ മണിയായി പറഞ്ഞുകൊണ്ടിരിക്കും. അവളുടെ ഗെയിമിലെ പേര് മറക്കാതിരിക്കാൻ കയ്യിൽ എഴുതിയിട്ടുണ്ടാകും. അത് അവൾ നോക്കുമ്പോൾ മാഞ്ഞു പോയിട്ടുണ്ട്. അതിൽ അവൾ ആകെ ടെൻഷനായിട്ട് പെട്ടെന്ന് പറയും, എൻ്റെ പേര് ലൂവേവേവയാണ്. ഇത് കേട്ട് ഷാവോ ഞെട്ടാണ്. ലൂവേവേവയോ? അതെ. അതിൽ അവൾ മനസ്സിൽ വിചാരിക്കും, പ്രോബ്ലം ആയോ? ഇത് വേവേനെ അറിയുന്ന ആരോ ആണ് തോന്നുന്നു. എന്നെ ഇപ്പോൾ കൈയോടെ പൊക്കും എന്ന് വിചാരിച്ച് അവൾ വെയിറ്റ് ചെയ്യാണ്. പക്ഷേ അതിൽ അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കണ്ട് എറിക്സ് അന്തം വിട്ട് നിൽക്കും. ആക്ച്വലി ഇവളാണ് ഗെയിമിലെ വേവേ എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് നമ്മുടെ ഷാവോ. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വന്ന എറക്സിയോട് വേവ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം നല്ലതായിരുന്നു, പക്ഷേ ഞാൻ ഒരു ചെറിയ അബദ്ധം കാണിച്ച്. നീ പഠിപ്പിച്ച് തന്ന പേര് ഞാൻ മറന്ന്. ഞാൻ പേടിച്ച് പെട്ടെന്ന് നിൻ്റെ പേര് അങ്ങോട്ട് പറഞ്ഞ്. എന്തേലും കുഴപ്പമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഇനി നിൻ്റെ പേര് പറഞ്ഞോളാം. പിന്നെ ഇല്ലേ, ഇറാനും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവൾക്ക് ഈ കമ്പനിയുമായിട്ട് എന്തോ ബന്ധമുണ്ട്. അതുമാത്രമല്ല അവിടെ വേറൊരുത്തെ ഇരിപ്പുണ്ട്. ഞാൻ നിൻ്റെ പേര് പറഞ്ഞത് കേട്ടതോടെ അവൻ ദേഷ്യത്തോടെ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ വല്ല ശത്രുക്കളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഈ ഗെയിമിൽ? എനിക്കറിയില്ല, അതൊക്കെ വിട്. ഏതായാലും ബാക്കിയൊക്കെ നീ നന്നായി പറഞ്ഞില്ലേ, അത് മതി. അടുത്തതായി കാണിക്കുന്നത് താഴെ എത്തിയ നെയ് ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഫ്രണ്ട് വന്ന് അവനോട് ചോദിക്കും, എന്താ ക്യാമ്പസ് ബെല്ലെ നിന്നോട് പറഞ്ഞത്? അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞോ? എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഇത് കേട്ട നെയ് പറയും, നിനക്ക് ഇത്ര ഇമാജിനേഷൻ ഉണ്ടോ? നിന്റെ ഈ ഇമാജിനേഷൻ നിനക്ക് ഗെയിമിൽ യൂസ് ചെയ്തൂടെ എന്ന ഒരു കാര്യത്തിൽപ്പെട്ടേനെ. വിഷയമൊന്നും മാറ്റണ്ട, സത്യം പറ, എന്താ ഉണ്ടായത്? അതിൻ്റെ ഇടയിലാണ് അവൻ വേവയെ കാണുന്നത്. അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന നെയ്നെ കണ്ടു ഫ്രണ്ട് പറയും, എനിക്കിന്ന് വളരെ ലക്കി ഡേ ആണെന്ന് തോന്നുന്നു. ആദ്യം ക്യാമ്പസ് ബെല്ലെ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലെ. ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലയോ? അതാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ലെ. പേര് വേവേ. ലാസ്റ്റ് ഇയർ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി മത്സരിച്ചത് ഇവളാണ്. പക്ഷേ റിസൾട്ടിൽ ഇവൾക്ക് സെക്കൻഡായിപ്പോയി. അതോടുകൂടി ഇവൾ ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ല എന്ന ടൈറ്റിലാണ് അറിയപ്പെടുന്നത്. അവൻ അവളെ നോക്കി പുഞ്ചിരിക്കുന്നത് കണ്ട ഫ്രണ്ട് പറയും, അതിന് നീ എന്തിനാ ചിരിക്കുന്നത്? വേ അവൾക്ക് ചേർന്ന പേര് തന്നെ. വാവ്, ഇന്നെന്തായാലും ലക്കി ഡേ തന്നെയാണെന്ന് തോന്നുന്നു. ആദ്യം 2 ബെല്ലകൾ. അത് മാത്രമല്ല, ആദ്യമായിട്ട് നിന്റെ വായിന്ന് ഒരു പെണ്ണിൻ്റെ പേര് പുറത്തു വീണു. ഇതിലും വലിയ ഒന്നും എനിക്ക് നീ കിട്ടാനില്ല. എന്നിട്ട് അവൻ അവളെ നോക്കി പറയും, ഡിപ്പാർട്ട്മെൻറ്റ് ബെല്ല തന്നെയാണ് വേണ്ടത്, അതിലും മുകളിലുള്ളതൊന്നും വേണ്ട. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോഴാണ് വേവയ്ക്ക് ട്യൂഷൻ്റെ കാര്യം ഓർമ്മയായത്. അവൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. അപ്പോൾ അവിടെ ആ അഡ്രസ്സും തപ്പി നമ്മുടെ കെഒ എത്തിയിട്ടുണ്ട്. കെഒ, നീ എൻക്വയറിക്ക് ഇറങ്ങിയതാണല്ലേ, വരൂ എന്നും പറഞ്ഞ് അവൾ വീടിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോകും. അങ്ങനെ അവൾ ഒരു പ്രത്യേക ടൂണിൽ ഡോറിന് മുട്ടും. അതിൽ ഒരു കാലിന് വയ്യാത്ത കുട്ടി ഡോറ് തുറന്നു കൊടുക്കും. അമ്മ ഇല്ലേ? ഇല്ല, പുറത്തുപോയി. കെഒനെ കണ്ട കുട്ടി, ഇതാണോ നിങ്ങൾ പറഞ്ഞ ഇംഗ്ലീഷ് ടീച്ചർ? അവൻക്ക് ഇവനെ ഇത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. വേവ ജ്യൂസ് എടുക്കാൻ പോയപ്പോൾ കെഒ ചോദിക്കും, വേവ കുറേ നാളായിട്ട് നിനക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടോ? അതെ, വേവേ ഭയങ്കര സ്മാർട്ടാണ്. നിങ്ങളെ കണ്ടിട്ട് അത്ര സ്മാർട്ടാണെന്ന് തോന്നുന്നില്ല. സോ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. അതിൽ അവൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും, വേവേ ഡോറിൽ ഒരു ഈണത്തിൽ മുട്ടിയത് നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും കോഡാണോ? അത് മോസ് കോഡാണ്. ഞാൻ അധികം വീട്ടിൽ ഒറ്റക്കാണ് ഉണ്ടാകാറ്. അപ്പോൾ വേവേ പഠിപ്പിച്ച് തന്നതാണ് എൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. ഞാൻ ഡോറിൻ്റെ ബെല്ല് കേട്ടാൽ വാതിൽ തുറക്കാറില്ല. അത് കേട്ടാ കെഒ, ഇൻട്രസ്റ്റിംഗ്. അവൾ എന്താണ് ആ ഡോറിൽ നിന്നോട് പറഞ്ഞത്? അത് ഞാൻ പറയില്ല, അത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ടാണ്. അപ്പോഴാണ് ജ്യൂസും കൊണ്ട് വേവേ വരുന്നത്. ആ കുട്ടി പറയും, ഇവർ ഭയങ്കര ബിസി ആണല്ലോ, എന്നെ പഠിപ്പിക്കാനൊന്നും ടൈമില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇവരെ വേണ്ട. അതിൽ വേവേക്ക് കാര്യം മനസ്സിലാകും. നിനക്കെന്നാ ഇവനെ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാം. അതിൽ അവൻ ഭയങ്കര സന്തോഷത്തോടെ ഓക്കെ പറയും. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് അവർ പോകുമ്പോൾ ആ കുട്ടി വേവയുടെ കയ്യിൽ പിടിച്ച് സ്വകാര്യമായി ചോദിക്കും, ഇയാൾ നിങ്ങളെ ബോയ് ഫ്രണ്ട് ആണോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അവൻ എൻ്റെ കോളേജ് മേറ്റ് മാത്രമാണ്. ഭാഗ്യം. ഇവനെ വേണ്ടട്ടോ, ഇവൻ ശരിയില്ല. ഓക്കെ, നിനക്ക് വേണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ ബോയ് ഫ്രണ്ട് ആക്കില്ല, പോരെ?
ഞാൻ ഒരാളെ കാണിച്ചു തരാം, അവനെ ബോയ് ഫ്രണ്ട് ആക്കിക്കോ എന്നും പറഞ്ഞ് നെയിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കും. കാണാൻ നല്ല ഭംഗിയില്ലേ, നിങ്ങൾ കോളേജിൽ തന്നെയാണ് പഠിക്കുന്നത്, നിൻ്റെ സെലക്ഷനൊക്കെ സൂപ്പർ ആയിട്ടുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവൻ ഞങ്ങളെ കോളേജിലെ ഭയങ്കര പോപ്പുലറാണ്, ഞാനൊന്നും ഒരിക്കലും ഇവൻ്റെ ലെവലിൽ എത്തൂല, ഒന്ന് ശ്രമിച്ചു നോക്ക്. ആ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങളെ ഗെയിമിൻ്റെ ബുക്ക് കൊണ്ടുവരുമോ, ആദ്യം നീ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്ക്, എന്നാൽ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അവൾ പോയി. അങ്ങനെ അവർ പോകുമ്പോൾ വേവേ കേവോനോട് പറയും, നമുക്കൊരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം, അപ്പോഴേക്കും അവൻ്റെ അമ്മ വരും, നിനക്ക് അവരെ കൂടെ കാണണ്ടേ. ഞാനെന്തിനാ അവരെ കാണുന്നത്, അവരാണ് ആ ലക്ഷറി കാറിൻ്റെ ഉടമ, കാറും കാണാം, ഇല്ലെങ്കിൽ നീ വീണ്ടും പറയും ഞാൻ ആ ഫോട്ടോ ഉണ്ടാക്കിയതാണെന്ന്. അത് കേട്ട അവൻ, വേവേ ഒരു മിനിറ്റ്, ഇത് നോക്ക്, ഞാൻ ഓൾറെഡി ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്, ഐ എം സോറി വേവേ, ഞാൻ ഇന്നെ തെറ്റിദ്ധരിച്ചതായിരുന്നു എന്നും പറഞ്ഞ് അവൻ കൈ നീട്ടുന്നു. അങ്ങനെ ലവ് O2O എപ്പിസോഡ് 3 ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.